കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. പ്രിയ കൂട്ടുകാരെ, ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു ഓണവും കൂടി കടന്നുപോയി. ഇനി അടുത്ത ഓണത്തിനായുള്ള ഒരു കാത്തിരിപ്പ്. ഓണാഘോഷത്തിന്റെ അലസമൊക്കെ കഴിഞ്ഞ് ഇനി തിരികെ സ്കൂളിലേക്ക്. ഇതാ റേഡിയോ പ്രിയോറിന്റെ അടുത്ത ഒരു എപ്പിസോഡുമായി 8Dയിലെ കൂട്ടുകാർ എത്തുകയായി. ആൻഡ്രിയ മെൻഡസ് ആൻഡ് അയന ബിജു സൈനിങ് ഇൻ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കഴിഞ്ഞ വർഷം SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുകയും ജില്ലാതല ഹോക്കി ടീമിൽ നമ്മുടെ സ്കൂളിന് പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും ചെയ്ത ഹോസിയ മരിയ വയലിനിൽ തീർത്ത ഇണവുമായി. പ്രശസ്ത കവയത്രി സുഗതകുമാരി ടീച്ചറുടെ ഒരു പാട്ട് പിന്നെയും എന്ന കവിതയിൽ നിന്നെടുത്ത ഏതാനും വരികൾ. നമസ്കാരം. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിത, ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിനു കിളികളില്ല. പതിവു പോൽ കുത്തി പിരിഞ്ഞു പോയി മെയ്ച്ചൂടിലടവച്ചുണർത്തിയ കൊച്ചുമക്കൾ. ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. നനയാതൊരന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരാപ്പൂവുണർന്ന നേരം, ഒരു പാട്ടു പിന്നെ തെളിഞ്ഞു പാടുന്നിത, ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിത, ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറുതിളക്കി. Thank you. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ജീവിതത്തിൽ സ്വപ്നങ്ങളില്ലാത്തവരായി ആരുമില്ല. എന്നാൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ എല്ലാവർക്കുമാകില്ല. സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായാൻ കഴിയാതെ പോകുന്നതാണ് ജീവിതത്തിലെ പരാജയം. മൂല്യബോധമുള്ള ഒരു കഥയുമായി ഇവ മരിയ.
ഒരു കർഷകനൊരിക്കൽ തൻ്റെ തോട്ടത്തിൽ നിന്നും ഒരു പരുന്തിൻ്റെ മുട്ട കിട്ടി. അയാളത് വീട്ടിൽ കൊണ്ടുപോയി തൻ്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ മറ്റു മുട്ടകളോടൊപ്പം വിരിയിക്കാൻ വെച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മുട്ടകളെല്ലാം വിരിഞ്ഞു. കുറേ കോഴിക്കുഞ്ഞുങ്ങളും ഒരു കൊച്ചു പരുന്തും കുഞ്ഞും പുറത്തു വന്നു. ഈ കുഞ്ഞുങ്ങളെല്ലാം തള്ളക്കോഴിയുടെ പിന്നാലെ നടപ്പായി. തള്ളക്കോഴി കുഞ്ഞുങ്ങളെയെല്ലാം മണ്ണിൽ ചികയാനും ഇര പിടിക്കാനുമൊക്കെ പഠിപ്പിച്ചു. പരുന്തും കുഞ്ഞും കൂട്ടത്തിൽ ഒരു കോഴിക്കുഞ്ഞായി തന്നെ വളർന്നു. മണ്ണിൽ ചികഞ്ഞ് ചെറുപുഴുക്കളെയൊക്കെ കൊത്തിത്തിന്നും നിലത്തു നിന്നും അല്പമുയരത്തിൽ മാത്രം ചിറകടിച്ചു പറന്നും അവരിലൊരാളായി അവൻ മാറി. കാലങ്ങൾ കടന്നുപോയി. ഒരിക്കൽ അവരെല്ലാവരും പറമ്പിൽ ഇര ചികഞ്ഞ് നടക്കുമ്പോൾ ഒരു വലിയ നിഴൽ അവരെ കടന്നുപോയി. ആകാംക്ഷയോടെ പരുന്തും കുഞ്ഞ് ആകാശത്തേക്ക് നോക്കി. അങ്ങുയരെ സൂര്യനോട് ചേർന്ന് തൻ്റെ വലിയ ചിറകുകൾ വിടർത്തി പറക്കുന്ന പക്ഷിശ്രേഷ്ഠനെ കണ്ട് അവൻ അത്ഭുതപ്പെട്ടു നിന്നു. മറ്റു കോഴികൾ അവന് പറഞ്ഞുകൊടുത്തു, അത് പരുന്താണ്, പക്ഷികളുടെ രാജാവ്, ആകാശത്തിൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്നയാളാണ്. തെല്ലൊരസൂയയോടെ ആ നിമിഷം അവൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, ഞാനും ഒരു പരുന്തായി ജനിച്ചിരുന്നുവെങ്കിലെന്ന്. ഒരു പക്ഷേ നമ്മുടെ പരുന്തും കുഞ്ഞ് ചെറുപ്പത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിച്ചിരുന്നെങ്കിൽ, കുറച്ചും കൂടി ഉയരത്തിൽ പറക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അവൻ സ്വയം തിരിച്ചറിയുമായിരുന്നു, അല്ലേ? നാം ജനിച്ച ഇടമോ നമ്മുടെ ചുറ്റുപാടുകളോ ഒരിക്കലും നമ്മെ നിർവചിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. സ്വപ്നങ്ങൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സ് നമ്മോട് സംസാരിക്കുന്നതാകാം നാം ആരെന്ന്. സ്വപ്നങ്ങൾക്ക് പിന്നാലെ പാഞ്ഞ് അതെത്തിപ്പിടിക്കാൻ കഴിയാതെ പോകുന്നതല്ല, മറിച്ച് സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായാൻ കഴിയാതെ പോകുന്നതാണ് വലിയ പരാജയം. വലിയ സ്വപ്നങ്ങൾ കാണാനും അത് എത്തിപ്പിടിക്കാനും ഈശ്വരൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി. പുസ്തകങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ്. എന്നാൽ സാങ്കേതിക വിദ്യ വളരുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ ഇടയിലും മുതിർന്നവരുടെ ഇടയിലും ഇന്ന് പുസ്തകം വായന നന്ദി കുറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ കുട്ടികളുടെ ഉന്മനത്തിനായി കൊച്ചു കൂട്ടുകാരനായ ജോൺ ഷാജി ഒരു പുസ്തകം പരിചയപ്പെടുത്തുന്നു. ഒരു പൂമ്പാറ്റ കഥ. 2 ദിവസമോ 2 ആഴ്ചയോ മാത്രം ജീവിതമുള്ള ഒരു പൂമ്പാറ്റയുടെ ജീവിതത്തിലൂടെ കുട്ടികളെ വഴി നടത്തി അവരെ നന്മയിലേക്ക് നയിക്കുന്ന രചനയാണ് സംഗീത എന്ന എഴുത്തുകാരിയുടെ ഒരു പൂമ്പാറ്റ കഥ. നമ്മുടെ ജീവിതം എത്ര വലുതായാലും എത്ര ചെറുതായാലും നാം ചെയ്യുന്ന നന്മ നിറഞ്ഞ പ്രവൃത്തികളിലാണ് നമ്മുടെ ജീവിത വിജയം ഇരിക്കുന്നത് എന്ന് കുരിമ മുത്തശ്ശി പറയുന്നതോടെ പൂമ്പാറ്റയുടെ ജീവിതം മാറുകയാണ്. നിന്റെ ജീവിതകാലം കുറവാണെന്നോർത്ത് വേദനിക്കാതെ എങ്ങനെ മറ്റുള്ളവർക്ക് ഗുണകരമാവാൻ കഴിയും എന്നൊക്കെയുള്ള കുരുവിമുത്തശ്ശിയുടെ ഉപദേശം പൂമ്പാറ്റയുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റുകയാണ്. കൊച്ചു കൂട്ടുകാർക്ക് വായിച്ചാലും പറഞ്ഞു കൊടുത്താലും ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ളതാണ് കഥയുടെ ഭാഷയും ഉള്ളടക്കവും. ഒരു ചെറിയ പൂമ്പാറ്റ തൻ്റെ കൊച്ചു ജീവിതത്തിനിടയിൽ ഏറെ നന്മ ചെയ്യുന്നത് കാണുമ്പോൾ ജീവിതം കയ്യിൽ കിട്ടുന്ന മനുഷ്യർക്ക് എന്തുമാത്രം നന്മ ലോകത്തിനായി ചെയ്യാമെന്ന് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു ഈ കൊച്ചു കഥ. ചെറിയ കുട്ടികൾക്കുള്ള സമ്മാന പൊതിയിൽ സംഗീത എന്ന എഴുത്തുകാരിയുടെ ഒരു പൂമ്പാറ്റ കഥ ചേർത്ത് വായിച്ചാൽ പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടികളും മാതാപിതാക്കളും അതിന് നന്ദിയുള്ളവരായിരിക്കും എന്നത് ഉറപ്പ്. കാരണം ഇത്ര സജീവവും ഹൃദയസ്പർശിയുമായ കുട്ടിക്കഥകൾ മലയാളത്തിൽ അധികം ഇല്ല എന്നത് തന്നെ. താങ്ക് യു. നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. റേഡിയോ പ്രിയോറിന്റെ ഇന്നത്തെ എപ്പിസോഡിന് താളഭംഗി നൽകുന്നു ഡാനിയൽ ബിജുവിന്റെ ജാസ് മേളം.
ആഴ്ചത്തെ പ്രധാന സ്കൂൾ വാർത്തകൾ വായിക്കുന്നത് HTയിൽ നിന്നും റിമി MH. വാർത്തകൾ. സ്കൂൾ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് ശേഖരണ ഭാഗമായിട്ടുള്ള കൂപ്പണിന്റെ നറുക്കെടുപ്പ് ഒക്ടോബർ 2-ാം തീയതി ഗാന്ധിജയന്തി ദിനത്തിൽ നടത്തപ്പെടുന്നു. സ്കൂളിന്റെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ച CSR ഫണ്ട് ഉപയോഗിച്ച് 9ാം ക്ലാസ്സുകൾ പൂർണ്ണമായും ടൈലിട്ട് മൂടിയാക്കുന്ന പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആഴ്ചയിലെ പ്രധാന സ്കൂൾ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതോടുകൂടി ഈ ആഴ്ചത്തെ റേഡിയോ പ്രിയോർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ചത്തെ റേഡിയോ പ്രിയോറിനായി നമുക്ക് കാത്തിരിക്കാം. ആൻഡ്രിയ ആൻഡ് അയന ബിജു സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ